Praise God. Nearer, my God, to thee. Nearer to ഈ അടുത്തൂടെ വരണേ. നിങ്ങൾ പോലെ പക്ഷെ ഇതിലെ though it be a cross that raiseth me, still all my song shall be nearer, my God, to thee. Nearer, my God, to thee. Nearer to thee. And though like the wanderer, the sun gone down, darkness be over me, my rest a stone. Yet in my dreams I'd be nearer, my God, to thee. Nearer, my God, to thee. Nearer to thee. There let the way appear, steps unto heaven. All that thou sendest me in mercy give. Angels to beckon me nearer, my God, to thee. Nearer, my God, to thee. Nearer to thee. And then with my waking thoughts, bright with thy prayer, out of my stony griefs, Bethel I'll raise. So by my woes to be nearer, my God, to thee. Nearer, my God, to thee. Nearer to thee. Or if on joyful wing, cleaving the sky, sun, moon, and stars forgot, upward I'll fly. Still all my song shall be, my God, to thee. Nearer, my God, to thee.
വാക്കുകളിലൂടെ നാം ആശ്വാസ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്നു. കർത്തൃദാസന്മാർ ആരെങ്കിലും ലേറ്റായിട്ട് വന്നവർക്ക് 1-2 മിനിറ്റിൽ കണ്ടോൾസ് അറിയിക്കണമെങ്കിൽ മുന്നോട്ട് കടന്നു വരാം. കർത്താവ് നമ്മെ സഹായിക്കും. ആർക്കെങ്കിലും വീണ്ടും ലേറ്റായിട്ട് വന്ന കർത്താവ് ദാസന്മാരുണ്ട്, ആർക്കെങ്കിലും 1 മിനിറ്റിൽ കണ്ടോൾസ് പറയാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. എൻ്റെ അപ്പച്ചൻ സവിസ്തരമായി സംസാരിച്ചതുകൊണ്ട് അധികം സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ബ്രദർ സാമുവിൻ്റെ പ്രിയ സഹോദരൻ, നാട്ടിലുള്ള വർഗീസ് സാറ് ഞങ്ങളുടെ ആത്മമിത്രമാണ്, കുടുംബ മിത്രമാണ്. ഈ ഭവനത്തിൻ്റെ ഈ ദുഃഖവേളയിൽ ആ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. നവംബർ 7-ാം തീയതി ഡോക്ടർ ബില്ലി ഗ്രഹാം 95-ാമത്തെ ജന്മദിനം ആഘോഷിച്ചു. അദ്ദേഹത്തിൻ്റെ അവസാന സുവിശേഷ സന്ദേശം 7 തൊട്ട് 10 വരെയുള്ള ദിവസങ്ങളിൽ ലോകത്തിൽ പ്രക്ഷേപണം ചെയ്തു. ABC ന്യൂസിൻ്റെ ആങ്കർ വുമണായ ഡയാൻ സ്വയർ asked this question to Dr. Graham. She asked Dr. Billy Graham, what is your favorite song? You know that some of the famous gospel singers sang in his crusades, like George Beverly Shea and others. After pausing for a moment, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. ജോസഫ് സ്ക്രിവനാണ് ആ പാട്ട് എഴുതിയത്. താൻ സ്നേഹിച്ചിരുന്ന 2 വ്യക്തികളുടെ നിര്യാണത്തോടുള്ള ബന്ധത്തിൽ രചിച്ച ഗാനമാണ് വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. ദുഃഖത്തിൻ്റെ പാരമ്യത്തിലിരിക്കുന്ന പ്രിയ സഹോദരിയോടും കുഞ്ഞുങ്ങളോടും ബന്ധുമിത്രാദികളോടും എനിക്ക് പറയുവാനുള്ളത്, യേശുക്രിസ്തുവിനെ കണ്ടതിനാൽ രക്ഷകനായി സ്വീകരിപ്പാൻ ജീവിതത്തിൽ ഭാഗ്യം ലഭിച്ചതിനാൽ നമുക്ക് ലഭിച്ചത് അകലാത്ത മാറിപ്പോകാത്ത ആ ഉറ്റ മിത്രത്തെയാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ സൗഖ്യമായി, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേളകളിലും ഈ യുഗാവസാനത്തോളം കണ്ടാലും എല്ലാ നാളും എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് അരുളിച്ചത് നമ്മുടെ അരുമനാഥൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നിരിക്കുന്ന ഒരു നിമിഷം പോലും ഇല്ല. അതാണ് ഇന്ന് രാത്രിയിൽ നമുക്ക് തരുന്ന ധൈര്യം. ആ ധൈര്യം, കർത്താവിൻ്റെ അസാന്നിധ്യം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ഞാൻ ശുശ്രൂഷിക്കുന്ന ഗ്രേസ് ഇൻ്റർനാഷണൽ അസംബ്ലി ഓഫ് ഗോഡ് സഭയുടെ ദുഃഖം, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ദുഃഖം, പ്രത്യേകിച്ച് അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിൻ്റെ ദുഃഖം ഇവിടെ പ്രസ്താവിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരുടെ ഈ ദുഃഖവേളയിൽ കടന്നു വരുവാൻ ദൈവമായ കർത്താവ് നൽകിയ കൃപയ്ക്ക് വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുമെന്നാണ് കർത്താവ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പ്രത്യാശയുടെ വചനങ്ങൾ തന്നിട്ട് പ്രേക്ഷിതരോട് നിങ്ങൾ പ്രത്യാശയില്ലാത്ത ജാതികളെപ്പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്, ആ വാക്യങ്ങളൊന്നും ഞാൻ മുഴുവനായിട്ട് പറയുന്നില്ല. പക്ഷെ അതുകൊണ്ട് ഈ വചനങ്ങൾ ദൈവത്തിൻ്റെ വിലയേറിയ വചനങ്ങളാണ് നമ്മുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നത്. ഈ പ്രിയപ്പെട്ട കർത്താവിദാസനെ മീറ്റിങ്ങുകളൊക്കെ കണ്ടുള്ള പരിചയമല്ലാതെ പേഴ്സണലായിട്ട് വലിയ പരിചയമില്ല. ആ ചർച്ചിലെ മീറ്റിങ്ങുകൾക്കും കൺവെൻഷനും ഒക്കെ കടന്നു ചെല്ലുമ്പോൾ ഉള്ള പരിചയമേ ഉള്ളൂ. എങ്കിലും കർത്താവ് രക്ഷകനായിട്ട് സ്വീകരിച്ച ഒരു ദൈവത്തിൻ്റെ പൈതലായിരുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട കുടുംബത്തിന് കർത്താവ് ആശ്വാസം പകർന്നു കൊടുക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവിൻ്റെ വചനം അവരുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം പകർന്നു കൊടുക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ബഥേൽ ക്രിസ്ത്യൻ അസംബ്ലിയുടെ നാമത്തിലും ആശ്വാസ വചനങ്ങൾ കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവർ ഒരു നാളും നശിച്ചു പോകുകയില്ല. ശരീരം വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ യേശു ക്രിസ്തുവിനുള്ള ഭാഗ്യകരമായ പ്രത്യാശയാണ് ദൈവമക്കളെ നമുക്കുള്ളത്. എന്നാൽ നമ്മുടെ മുമ്പിലുള്ള ഓട്ടം സ്ഥിരതയോട് ഓടുക എന്നുള്ളതാണ്. 1 താലന്തോ 2 5 എത്രയോ ഏൽപ്പിച്ച താലന്തുകൾ വിശ്വസതയോട് നാം വ്യാപാരം ചെയ്തുകൊണ്ട് നാം നല്ലവനും വിശ്വസ്തനുമായ
ദാസി എന്നുള്ള വിളിക്ക് യോഗ്യരാകണം. പ്രൈസലോടെ നല്ലപോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും പ്രൈസലോട് ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അതൊരു എൻകറേജ്മെൻ്റായി തീരട്ടെ. ക്രിസ്തുവിനുള്ള ആശ്വാസം, നിത്യജീവൻ. പ്രൈസ് ജീവിച്ചിരുന്നാലും വിശ്വസിക്കുന്ന ആരും ഒരു നാൾ മരിക്കുകയില്ല. അപ്പോൾ മരണം എന്നുള്ളത് നീങ്ങിപ്പോയിരിക്കുക. മരണമെതിരെ വിഷമുള്ള എവിടെ? മരണമെതിരെ ജയം എവിടെ? യേശു മരണത്തിൻ്റെ വിഷമുള്ള വലിച്ചു കളഞ്ഞു. ഗാർബേജിനകത്ത് ഇട്ടു. ഇതിലാണ്. അതുകൊണ്ട് ദൈവമക്കൾക്ക് മരണം എന്നുള്ളൊരു ഭീതിയല്ല, ഒരു പ്രൊമോഷനാണ്. ശരീരം വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെ പ്രിയ കർത്താവിൻ്റെ ദാസൻ കർത്താവിൽ പ്രിയം വെച്ചിരുന്ന യേശുവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു. താനിപ്പോൾ സന്തോഷത്തിൻ്റെ ബെയ്യുല തീരത്ത് ആനന്ദിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസിലോടെ സമയം ചുരുക്കത്തെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. വീട്ടിലേക്ക് കടന്നുപോയി. പ്രൈസിലോടെ ഗബ്രിയേൽ മീഖായേൽ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിതാക്കന്മാരും സഹോദരങ്ങളൊക്കെ പോയ സമയം നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ശരീരം വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെ ആശ്വാസത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, നിത്യാനന്ദം അവരുടെ ശിരസിന്മേലിരിക്കും. ഈശ്വരോടെ എന്നാൽ തീർച്ചയായിട്ടും വേർപാട് ദുഃഖമാണ്, ഹൃദയങ്ങൾക്ക് ഭാരമുണ്ട്. അതുകൊണ്ട് ദൈവവചനം നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം പകർന്നു തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ വാക്കിയൊരുക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മഹത്വം. ഞാൻ വിവരം അറിഞ്ഞപ്പോൾ പെട്ടെന്ന് വിശ്വസിപ്പാനായിട്ട് കഴിഞ്ഞില്ല. ഞാൻ തിരിച്ചും മറിച്ചും പലരോടും വിളിച്ചു ചോദിച്ചു. ഞങ്ങൾക്ക് ഒരുമിച്ച് ആരാധിപ്പാനും ഒരുമിച്ച് കൂട്ടായ്മ ആചരിപ്പാനും ഒക്കെ സമയങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സിറ്റിയിൽ പലരും തന്നെ വ്യക്തമായിട്ട് അറിയത്തില്ല. കാര്യം താൻ വളരെ ശാന്തനായിരുന്നു, വളരെ സൗമ്യനായിരുന്നു. അതുകൊണ്ട് പല സ്ഥാനങ്ങളിലും പലപ്പോഴും താൻ കടന്നു പോകാറില്ലായിരുന്നു. നല്ല പല ഗുണങ്ങളുടെയും ഉടമയായിരുന്നു. കാണുമ്പോഴൊക്കെയും വളരെ സ്നേഹത്തോടെ സംസാരിപ്പാനിടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാകുന്ന സംഗതികളുടെ ഉത്തരം നമുക്ക് പിടികിട്ടുകയില്ല. എന്തുകൊണ്ട് ഇങ്ങനെ പറ്റി? എന്നാൽ ദൈവവചനം നമ്മളോട് പറയുന്നു, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ഒരു ഭക്തൻ്റെ മരണം എന്ന് പറയുന്നത് ജസ്റ്റ് ട്രാൻസ്ഫറിങ് ഫ്രം വൺ റൂം ടു അനദർ റൂം. ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ പാദപീഠമാണ്. ആ പാദപീഠത്തിൽ നിന്ന് തൻ്റെ ഇരിപ്പിടത്തിലേക്ക്, താനിരിക്കുന്നിടത്തേക്ക് മാറ്റപ്പെട്ട ഒരവസ്ഥയാണ് ഒരു ഭക്തൻ്റെ മരണം. നീതിമാന് മരണത്തിലും പ്രത്യാശയുണ്ട്. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ സഹോദരി ലാലിക്കുട്ടിയെയും പ്രിയ പൈതങ്ങളെയും സർവകൃപാലുവായിരിക്കുന്ന ദൈവം ആശ്വസിപ്പിച്ച് മഹത്വകരമായ ഒരു പ്രത്യാശയെ മുറുകെ പിടിച്ച് നിലനിൽപ്പാൻ അവർക്കും കൃപ കൊടുക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തിനും സഭയ്ക്കും ബന്ധുമിത്രാദികൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ ശുശ്രൂഷിച്ച് നിൽക്കുന്ന വെസ്റ്റ്ചെസ്റ്റർ ക്രിസ്ത്യൻ അസംബ്ലി വൈറ്റ് പ്ലെയിൻസിൻ്റെയും ദുഃഖം രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മളെ ആശ്വസിപ്പിക്കട്ടെ. പ്രിയ സാമൂഹികൻ്റെ വേർപാട് മുഖാന്തരം ഏറ്റവും അധികം ദുഃഖമുണ്ടായിരിക്കുന്നത് തൻ്റെ സഹധർമ്മിണി ലാലിക്കുട്ടി, മക്കൾ 2 പേർ ആൻസി, NSC, പിന്നെ സഹോദരങ്ങളായിട്ടുള്ളവർക്കാണ്. ഈ സമയത്ത് അവർക്ക് എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ചാൽ തന്നെയും വാക്കുകൾ കിട്ടുവാൻ വളരെ പ്രയാസമുള്ള സമയമാണ്. നമ്മൾ ചിലരൊക്കെയും ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോയതുകൊണ്ട് നമുക്കതറിയാം. എന്നാൽ പ്രിയ സാമുന്യ ലാലിക്കുട്ടിയുടെ മൂത്ത മകൾ ആൻസി മുന്നോട്ട് കടന്നു വന്ന് ചില വാക്കുകൾ ഡാഡിയെ പറ്റി പറയും. ശ്രദ്ധയോടെ കേൾക്കാൻ കർത്താവ് സഹായിക്കട്ടെ.
praise the Lord. I don't know how I'm going to say anything, but I strongly believe that in our lives, God never puts anything in our lives, and He never takes anything if we cannot strongly take it. And all I could say is that He was a good father. He was a good husband, a brother, a son. He never was angry. I tried to think, was there ever a time that my father ever got angry with me? And I can never even think of a time that he ever seriously got angry with me. I remember I would do things just to purposely see if he would get angry with me, but never. He would always say some kind of joke, or always laughing and making jokes, and just to see if we would laugh. And sometimes he would try to make my mom laugh, and my mom would sit there and say, it's not funny, but she would run to the other room and she would start to laugh. And I don't know what else to say, but we thank everyone. We thank Pastor and his family for everything he did for us. Everyone who came from different states, we thank you. And that's it. May the Lord may comfort the entire family. Now I want to give a minute to Mr. Reagan Ramsumar, Director of Human Service of Payomatic, where Sam We've worked about 24. Where is he? Come. Good night, everyone. Again, my name is Regan, the HR director for Payomatic. I know some of my colleagues was here earlier today, and for the same reason, we're here to wish the family well and to offer our sympathy to the family. I don't have anything planned to say here, but I'm actually gonna read what I did send out to the 800 employees at Payomatic after we learned of Sam's passing. So if you can bear with me for 2 seconds, I'm just gonna pull this up and read it real quick. And I really can't tell you the number of sympathy that was extended from people who didn't even know Sam personally, but from what they've heard of him, they were very, very, very saddened by this. Actually, it's printed out here. Thank you. I'm saddened to announce the death of Simon Eppin. As everybody know, we call him Sam, store manager at store 228, who passed away on November 21st, 2013. Our deepest sympathy and prayers goes out to the bereaved family of Sam on the passing. Sam joined Payomatic in 1989 as a service associate and worked himself all the way up to prominent store manager. For those who have the privilege of meeting and truly getting to know Sam, similar to what I did, they would know Sam was just not a regular person. He was more than a friend. He was a big brother, a father figure to many. Sam was kind of like the rock to junior associates, as we call them in our company, where a lot would gravitate towards him for guidance and whatever words of inspiration he could have offered to them. A call to Sam would really guarantee some sort of reprieve from whether it's a problem an employee had or a friend who worked with him had. He took them under his wings like any big brother, any father would do. It didn't matter what it was personal. I know it was also financial, because he was just one of the persons who will give. Even if it was a kind word of helping them get through that sour patch or that period of where they need someone to just listen. And I guess most of you know that Sam did that well. And on behalf of the entire Payomatic community, I want to again offer my sympathy to his family, and again the well wishes here in
we're saddened, and it's a great loss for those who really know Sam, including myself and the entire management team. Thank you. Thank you very much. At this time, I request Pastor T. Abraham to come forward and give a short message. Words of hope will be delivered by Pastor T. Abraham. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള വന്ദനം ഈ സമയത്ത് അറിയിക്കുകയാണ്. ആകസ്മികമായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷയ്ക്ക് വിപരീതമായി നാം ചിന്തിക്കാതിരിക്കുമ്പോൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ നാം പലപ്പോഴും ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുവാൻ വളരെ വിഷമമുള്ളതായി മനുഷ്യ ജീവിതത്തിലെല്ലാം കാണുവാനായി കഴിയും. ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന എല്ലാവരും അനുദിന ജീവിതത്തിൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ സാധാരണ വരാറുണ്ട്. ആ ഘട്ടങ്ങളിലെല്ലാം നാം പലപ്പോഴും പകച്ചു പോകാറുണ്ട്. എന്ത് ചെയ്യണം, ഇനി എങ്ങനെയായിരിക്കും നാളെ, എൻ്റെ ഭാവി എന്തായിരിക്കും, ഇനി ആരാണ് എന്നെ നടത്തുന്നത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള ഇത്യാദി ക്വസ്റ്റ്യൻസ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. അതെല്ലാം മാനുഷികമായ നിലവാരത്തിൽ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നാം അനുദിന ജീവിതത്തിൽ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ് വ്യത്യാസങ്ങളെന്ന് പറയുന്നത്, ചേഞ്ച്. നാം എല്ലാവരും ഓരോ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ ആ സമയങ്ങളിലെല്ലാം പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടാകാം. എന്നാൽ ചിലപ്പോഴൊക്കെ തീരുമാനങ്ങൾ എടുക്കുവാനും കഴിയും. മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും മരണം നമുക്ക് ആർക്കും ഉൾക്കൊള്ളുവാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സംഗതിയാണ്. ഏത് പ്രായത്തിൽ വ്യക്തികൾ മരിച്ചാലും ജീവിതങ്ങൾ ഈ ലോകത്തിൽ വേർപെട്ടാലും നമുക്കെല്ലാം അത് ഉൾക്കൊള്ളുവാൻ വളരെ പ്രയാസമാണ്. പ്രത്യേകിച്ച് ആ അവസ്ഥയിൽ കൂടെ കടന്നു പോയവരോട് ചോദിച്ചെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കുവാനായി കഴിയത്തുള്ളൂ. സാധാരണ ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ പാസ്റ്റേഴ്സ് സാധാരണ കരയാറില്ല. ഞങ്ങളുടെ ഹൃദയം കഠിനമായതുകൊണ്ടല്ല, പക്ഷേ ഞങ്ങളുടെ അനുഭവം അല്ലാത്തത് കൊണ്ടാണ് കരയാതിരിക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഞങ്ങളുടെ പിതാവോ മാതാവോ മരിക്കുമ്പോൾ ഞങ്ങളും കരഞ്ഞു പോകും. അത് മനുഷ്യൻ്റെ എല്ലാം അവസ്ഥയാണ്. ദൈവത്തിന് സ്തോത്രം. അതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. എന്നാൽ അത് ഉൾക്കൊള്ളുവാൻ കഴിവില്ലാത്തൊരു സംഗതിയാണെങ്കിൽ തന്നെയും കുറച്ച് പ്രായമൊക്കെ കഴിഞ്ഞ ഒരാൾ മരിക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. എന്നാൽ അതിനേക്കാൾ പ്രായം കുറഞ്ഞവർ മരിച്ചാൽ നമുക്ക് വലിയ കൺഫ്യൂഷനാണ്. നമ്മൾ വളരെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കും. നമുക്ക് ഉൾക്കൊള്ളുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ അതിദാരുണമായ രീതിയിൽ മരിച്ചാൽ അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. നമുക്ക് പല ക്വസ്റ്റ്യൻസും ആ സമയത്തുണ്ടാകാം. വൈ ദിസ് ഹാപ്പൻ ടു മീ? ഞാൻ നാളെ എങ്ങനെയായിരിക്കും? ഇനി ഞങ്ങളുടെ കുടുംബത്തെ പുലർത്തുന്നത് ആരാണ്? ഞങ്ങൾക്ക് യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയുവാൻ ഒരാൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലല്ലോ എന്നുള്ള ഇത്യാദി ചിന്തകളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഈ രാത്രിയിൽ എനിക്ക് നിങ്ങളോട് അറിയിപ്പാനുള്ള പ്രത്യേക സന്ദേശം, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോടാണ് ഇന്ന് രാത്രികാലം എനിക്ക് സംസാരിക്കാനുള്ളത്. ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു മോശ. മോശയുടെ നേതൃത്വത്തിലാണ് അവരെ മിസ്രൈമിൽ നിന്ന് യാത്ര തിരിക്കുന്ന വാഗ്ദത്ത ദേശത്തേക്ക് യാത്ര തിരിക്കുന്നത്. എന്നാൽ അവരുടെ യാത്രയുടെ മധ്യേ വെച്ച് അവരുടെ നേതാവ് മരിച്ചു. നേതാവ് മരിച്ചപ്പോൾ ഇന്ന് രാത്രികാലം ഞാനിവിടെ പറഞ്ഞതുപോലുള്ള എല്ലാ കൺഫ്യൂഷൻസും അവർക്കുണ്ടായി. ഞങ്ങൾ എങ്ങനെയാണ് വാഗ്ദത്ത ദേശത്തേക്ക് പോകേണ്ടത്? നാളെ ആരാണ് ഞങ്ങളോട് സംസാരിക്കേണ്ടത്? ഞങ്ങളുടെ പ്ലാനും പദ്ധതിയും ആരാണിനിയും ഞങ്ങൾക്ക് തരേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ സന്ദേഹമുണ്ടായ ഒരവസരം അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. When you read the book of Joshua chapter 1, there you will see that God said that my servant Moses is dead.
പ്രൈസ് ഗോഡ്. രണ്ടാമത്തെ വാക്യമാണ് എൻ്റെ ദാസനായ മോശ മരിച്ചു. പ്രൈസ് ഗോഡ്. Then you will see a period there. Then you will see the question after that. It was a very confusion in the minds of people. Why? Because they asked themselves, who will lead us and who is going to speak us on behalf of God? ഇങ്ങനെ ഇത്യാദി ക്വസ്റ്റ്യൻസ് അവരുടെ ജീവിതത്തിലുണ്ടായി വളരെ സന്ദേഹിച്ച് നിൽക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അദൃശ്യനായ ദൈവം ആ സമയത്ത് വ്യക്തിപരമായിട്ട് അവരോട് ഇടപെടുവാനായി തുടങ്ങി. നമ്മുടെ ജീവിതത്തിലൊക്കെയും ഇങ്ങനെയുള്ള സന്ദേഹിക്കുന്ന അവസരത്തിൽ ദൈവത്തിൻ്റെ ശബ്ദമാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ആ ശബ്ദം കേൾക്കുവാനും അത് ആസ്വദിപ്പാനും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കഴിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ വായിക്കുന്ന ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ മിസ്രൈമിൽക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ. പ്രൈസ് ഗോഡ്. അവരുടെ ചിന്ത എന്തായിരുന്നു? ദൈവത്തിൻ്റെ പ്ലാന്, ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതി ഇതോടുകൂടെ തീർന്നു. എന്നാൽ ആ സമയത്താണ് ദൈവം അവരോട് സംസാരിക്കുന്നത്. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾ കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ പ്ലാന് ഇസ്രായേൽ ജനത്തെക്കുറിച്ചുള്ളത് മോശ മരിച്ചിട്ടും തീർന്നു പോയില്ല എന്ന് അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഈ കുടുംബത്തിൻ്റെ നാഥൻ നിങ്ങളെ വിട്ടു പോയെങ്കിൽ തന്നെയും ഇന്ന് രാത്രികാലം എനിക്ക് ഓർപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിക്കും യാതൊരു മാറ്റവുമില്ല. ഗോഡ് ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. പ്രൈസ് ഗോഡ്. ഇന്നലെ വരെ നടത്തിയവനായ ദൈവം ഇനി നാളെയും നടത്തുവാനായിട്ടുള്ള വിശ്വസ്തനായ ദൈവമാണ്. നിങ്ങളെക്കുറിച്ചുള്ള പ്ലാനിനും പദ്ധതിക്കും യാതൊരു മാറ്റവുമില്ല എന്ന് തിരുവചനത്തിൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ പ്ലാനിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. അടുത്ത് നമുക്ക് കാണുവാനായി കഴിയുന്നത്, നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്കും തന്നിരിക്കുന്നു. പീപ്പിൾ മേ ഗോ ഫ്രം യുവർ ലൈഫ്, but God's plan never changes in my life and your life. God has a plan for this family. Even though the important person from your family is removed from your life, but God's plan never changes, and He will continue that plan to fulfill in your life. The second thing I want to tell you that നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്കും തന്നിരിക്കുന്നു. That is the promise of God. Hallelujah. Even though Moses dead and gone from their life, but the promise of God never gone from their life. ദൈവത്തിൻ്റെ വാഗ്ദത്തം അവരെക്കുറിച്ചുള്ളത് ഒരിക്കലും മാറ്റം വരികയില്ല എന്ന് ഈ രാത്രികാലം ഞങ്ങൾ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ പ്ലാനിന് ഒരു മാറ്റവുമില്ല, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് ഒരു മാറ്റവുമില്ല എന്ന് ഈ രാത്രിക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു, ഈ കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ധാരാളമുണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ. ദ പ്രോമിസസ് ആർ ഫോർ എവറി വൺ ഓഫ് us. ദൈവത്തിൻ്റെ വാഗ്ദത്തം നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. എന്നാൽ ഒരു കാര്യം നാം ഇന്ന് രാത്രിക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ വാഗ്ദത്തം നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിറവേറാതിരിപ്പാൻ നമ്മോട് പോരാടുന്നൊരു ശത്രുവുണ്ട്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, അത് നിറവേറാതെ ആ ശത്രു നമ്മുടെ ജീവിതത്തിൽ പോരാടിയാലും നിറവേറ്റുവാൻ കഴിവുള്ള വിശ്വസ്തനായ ഒരു കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത്. പ്രൈസ് ഗോഡ്. ആ ദൈവം നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് ഈ കുടുംബത്തോട് ഇന്ന് രാത്രികാലം എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ദൈവത്തിൻ്റെ പ്ലാന് നിങ്ങളെക്കുറിച്ചുള്ള യാതൊരു മാറ്റവുമില്ല. അത് നാളെയല്ല, നാളെ കഴിഞ്ഞല്ല, ദൈവം എന്നും നിങ്ങളിൽ കൂടെ നിറവേറ്റിക്കൊണ്ടിരിക്കും. രണ്ടാമതായി ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് ഒരു മാറ്റവുമില്ല. ആ ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരം നിങ്ങളെ മുൻപോട്ട് നയിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിന് അവസാനമായി
ആ ജനത്തോട് പറയാണ്, മോശ അവരുടെ ജീവിതത്തിൽ മാറ്റപ്പെട്ടപ്പോൾ ദൈവം പറയാണ്, എൻ്റെ പ്രസൻസ്, മൈ പ്രസൻസ് വിൽ ബി ഓൾവേസ് വിത്ത് യു. എൻ്റെ സാന്നിധ്യം മോശയോടുകൂടെ ഇരുന്നത് പോലെ തന്നെ നിങ്ങളോടുകൂടെ ഇരിക്കും. പ്രൈസ് ഗോഡ്. ഈ ഭക്തനായ മനുഷ്യൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോടുകൂടെ ഇരുന്നത് പോലെ തന്നെ, ദൈവത്തിന് സ്തോത്രം, മാറ്റങ്ങളും മറിച്ചിലുകളും വ്യത്യസ്തമായ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാമെങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് ഒരിക്കലും മാറ്റമില്ല എന്ന് നാം ഓർത്തിരിക്കണം. സ്തോത്രം. ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മെ മുൻപോട്ട് നടത്തുന്നത്. പ്രൈസ് ഗോഡ്. ദ പ്രസൻസ് ഓഫ് ഗാഡ് ഈസ് മോർ ദാൻ എനിത്തിങ് ഓഫ് ദിസ് വേൾഡ്. പ്രൈസ് ഗാഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് ഈ ലോകത്തിൽ എല്ലാം നൽകുവാൻ തക്കവണ്ണം നമ്മോട് കൂടെ ഉള്ളത്. പ്രൈസ് ഗാഡ്. മൈ പ്രോമിസ് നെവർ ചേഞ്ചസ്, മൈ പ്രസൻസ് നെവർ ചേഞ്ചസ്. ഹല്ലേലൂയ. God is the same yesterday, today and forever. Praise God. ഈ കർത്താവാണ് നമ്മെ മുൻപോട്ട് നയിക്കുന്നത്. ഈ ദൈവവചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഈ ദൈവവചനം നിങ്ങളെ മുൻപോട്ട് നടത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് ഈ രാത്രികാലം ഞാൻ ഓർപ്പിക്കട്ടെ. പ്രൈസ് ഗോഡ്. മരണത്തിന് മുഖപക്ഷമില്ല. ദൈവത്തിന് ചെറിയവരെന്നോ വലിയവരെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ വിദ്യയുള്ളവനെന്നോ വിദ്യാവിഹീനനെന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ ഒരുപോലെ എല്ലാവരെയും ഗ്രസിക്കുന്ന ഒരു സംഗതിയാണ് മരണമെന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ death is not the last word in the life of a believer. Praise God. Why? Because we have a hope in Christ. മരണമെന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരവസാനത്തെ വാക്കല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മരണത്തിന് അങ്ങേപ്പുറത്തായി നമുക്കൊരു നിത്യതയുണ്ട്. പ്രൈസ് ഗോഡ്. ആ നിത്യത നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് മരണം നിസ്സാരമായ ഒരു വിഷയമായി നമുക്ക് ഏറ്റെടുപ്പാനായി കഴിയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. either today or tomorrow we may pass away from this world. ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം നാം ഓർത്തിരിക്കണം, നാം എല്ലാവരും ഈ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിപ്പാൻ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണമെന്നുള്ള കാര്യം വളരെ വ്യക്തമായി ഇത്തരണത്തിൽ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. We love to live in this world forever. Praise God. ഈ ലോകം വിടുവാൻ നമുക്ക് ആർക്കും താല്പര്യമില്ല. നിത്യതയെക്കുറിച്ചൊക്കെ പറയുമെങ്കിൽ തന്നെയും ഒരു വശത്തൂടെ ഈ ലോകത്തിൽ കുറച്ചുകൂടെ ദീർഘനാളുകൾ ജീവിച്ചാൽ കൊള്ളാമെന്നുള്ള താല്പര്യം നമുക്കെല്ലാവർക്കും ഉള്ളിലുണ്ട്. അതുകൊണ്ട് 2 Corinthians chapter 5 എന്താണ്? അതുകൊണ്ട് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നന്മയാകിലും തിന്മയാകിലും തക്കതായ പ്രതിഫലം പ്രാപിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് എന്നുള്ളതിനെക്കുറിച്ച് തിരുവചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായി കഴിയുന്നു. ഈ മരണം ഇന്ന് രാത്രികാലം നമ്മെ വിളിച്ചറിയിക്കുന്നൊരു പരമാർത്ഥമുണ്ട്. സ്തോത്രം. ഈ ജീവിതം എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചോ അതുപോലെ നിത്യതയ്ക്ക് വേണ്ടി എന്നും കർത്താവിനോട് വിധേയത്വമുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കണമെന്നുള്ളൊരു ബാധ്യസ്ഥത നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടെന്നുള്ള കാര്യം ഈ രാത്രികാലം നാം ഓർത്തിരിക്കണം. നാം കണക്ക് കൊടുക്കുന്നൊരു ദിവസമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാനായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. വളരെ സിൻസിയറായി, വളരെ വിശ്വസ്തയോടെ, ഹൃദയാംഗമായി, പരമാർത്ഥതയോടെ ദൈവത്തെ സേവിച്ച് സ്നേഹിച്ച് ജീവിക്കുന്നതിനേക്കാൾ ഉപരിയായി ലോകത്തിൽ നമുക്കൊന്നും നേടുവാനായി കഴിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ എത്ര കാലം നാം ജീവിച്ചാലും വിശ്വസ്തയോടെ വളരെ സിൻസിയറായി ദൈവത്തിൻ്റെ മുൻപാകെ ജീവിപ്പാനായി നമ്മളെ തന്നെ എല്ലാം ഇത്തരണത്തിൽ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. Once again I just want to remind these 3 things to this family. Hallelujah. There is no change of God's plan. There is no change of God's promise. There is no change of God's presence. Hallelujah. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവദാസ ഷെട്ടി അബ്രാമിന് നന്ദി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയുടെ വാക്കുകൾ നമ്മെ കേൾപ്പിച്ചല്ലോ. ദൈവത്തിൻ്റെ പദ്ധതി ഒരിക്കലും നമ്മൾ മാറിപ്പോകത്തില്ല.
ദുഃഖസാഗരമായി ലോകത്ത് ജീവിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രത്യാശ കുറഞ്ഞു പോകാതെ, കർത്താവിൻ്റെ സാന്നിധ്യം കുറഞ്ഞു പോകാതെ അവൻ്റെ പൂർണ്ണഹിതത്തിനു വേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ കൃപ കൊടുക്കട്ടെ. ചില കർത്താവ് ദാസന്മാർ വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ഞാൻ പേര് പറയാത്ത വിധേയം വിട്ടുപോകാതിരിക്കണം. ആർക്കെങ്കിലും മുന്നോട്ട് കടന്നു വന്ന് 1 മിനിറ്റിൽ പറയണമെന്നുണ്ടെങ്കിൽ അത് ചുരുക്കി ചില മിനിറ്റുണ്ട്. അത് കഴിഞ്ഞ് പെട്ടെന്ന് പിരിഞ്ഞു പോകണമല്ലോ. നാളെ ജോലിയുള്ള ദിവസമാണ്. വളരെ ദൂരെ നിന്ന് ഡ്രൈവ് ചെയ്ത് വന്നിട്ടുണ്ട്. അവർക്ക് തിരിച്ചു പോകേണ്ടതാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും മുന്നോട്ട് കന്ന് 1 മിനിറ്റ് കൂടുതൽ എടുക്കാതെ അത്യാവശ്യമായി കൺട്രോൾസ് പറയണമെന്നുണ്ടെങ്കിൽ അതിനോട് വേർതിരിക്കുന്നതല്ല എങ്കിൽ അടുത്തായിട്ട് ചെയ്യാൻ പോകേണ്ടത് ഞാൻ പറയാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അല്പം വൈകിയാണെങ്കിലും ഈ ദുഃഖത്തിലിരിക്കുന്നതായ പ്രിയപ്പെട്ടവരോട് കടന്നു വന്ന് പങ്കുചേരുവാൻ ദൈവം തന്ന സമയത്തിനായി സ്തോത്രം. ഈ വാത്സല്യ കുടുംബത്തെ മറക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് കടന്നു വരുവാനിടയായത്. ഞങ്ങൾ ഈ അമേരിക്കയിൽ കടന്നു വന്ന് ആരംഭ സമയത്ത് ഡ്രൈവിംഗ് ഇല്ല, പല നിലകളിലുള്ള ബുദ്ധിമുട്ട് സമയത്ത് ഈ പ്രിയ കുടുംബം ഞങ്ങൾക്ക് വേണ്ടതായ സകല സൗകര്യങ്ങളും റൈഡ് തരികയും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൻ്റെ കാര്യങ്ങൾക്കൊക്കെയും രാവും പകലും ഓടി നടന്നതായ ഒരു കുടുംബമാണ്. ഈ അമേരിക്കയിൽ വന്ന് ആരംഭ സമയത്ത് സഹായിച്ചവരെ ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. ഈ പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ ഈ എളിയവർക്ക് ഇടയാക്കി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ ഒരു കാര്യം എനിക്കറിയാം. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനതൻ്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ ഈ പ്രിയപ്പെട്ടവരും ഉയർത്തെഴുന്നേൽക്കും. കാരണം താൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച ഒരു ദൈവവൈതലായതുകൊണ്ട് തീർച്ചയായും ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ ഉയർക്കുവാനിടയായിത്തീരും എന്നുള്ളത് ഒരു സംശയമുള്ള കാര്യമല്ല. ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങളാൽ ഈ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ, കുഞ്ഞുങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. എൻ്റെ കുടുംബപരമായ ദുഃഖവും IPC ഫിലദൽഫിയ എബ്രോൻ സഭയുടേതായിരിക്കുന്ന ദുഃഖവും ഈ സമയം അറിയിക്കുന്നു. കർത്താവ് ആശ്വാസം പകരട്ടെ. മഹത്വം. തുടർന്ന് ഞങ്ങളുടെ സഭയുടെ സെക്രട്ടറി ഫാദർ ജോൺ മാത്യു മുന്നോട്ട് കടന്നു വന്ന് വോട്ട് ഓഫ് താങ്ക്സ് അറിയിക്കും. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ദുഃഖം തളം കെട്ടി നിൽക്കുന്നതിനുള്ള സമയത്ത് സന്ധ്യാസമയത്ത് 4 മണി മുതൽ ഇതുവരെയും പ്രത്യാശയോടായിട്ടുള്ള വാക്കുകൾ പ്രിയപ്പെട്ട കർത്തൃ സഹോദരൻ്റെ വേർപാടോട് ബന്ധത്തിൽ അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നതായിട്ടുള്ള മാതൃകകൾ അദ്ദേഹത്തെ പറ്റി വളരെയധികം കേൾക്കുവാൻ ദൈവം നമുക്കിടയാക്കി. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതല കടന്നു വന്ന നിങ്ങൾക്കൊക്കെയും വോട്ട് ഓഫ് താങ്ക്സ് പറയുക എന്നുള്ളതാണ്. തുടർന്നുള്ള സമയം ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. ആദ്യമായി ഈ ബ്രദർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പേമാറ്റിക് CEO Robin Miles, he was here. I extend my sincere thanks to him and the Vice Presidents, Chris Barron, Ken Williams, Jocelyn, District Managers Felix, Johanna, and the Bronze Manager Benjamin Cherian. All of them were here. Almost 30 to 40 people from Payamatic attended this service, and most of them left. And finally, the Human Resources Director, Regan Ramsel, came. I extend our sincere thanks to you for coming and giving the encouraging words. അടുത്തതായിട്ട് IPC ഈസ്റ്റേൺ റീജിയൻ ഒഫീഷ്യൽസിന് നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രസിഡൻ്റായി അനുഷ്ഠിക്കുന്ന പാസ്റ്റർ P. ഫിലിപ്പ്, വൈസ് പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ T. എബ്രഹാം, ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭയുടെ പേരിൽ ഞങ്ങൾക്കുള്ള നന്ദി ഈ അവസരം അറിയിച്ചുകൊള്ളുന്നു.
മറ്റുള്ള ഒഫീഷ്യൽസ്, സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന വില്യംസ്, ട്രഷറായി സേവനമനുഷ്ഠിക്കുന്ന സാം, അങ്ങനെ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. തുടർന്ന് ഇമ്മീഡിയറ്റ് ഫാമിലീസ്, രണ്ട് സൈഡിൽ നിന്നും, ബ്രദർ സാമുവിൻ്റെ ഫാമിലിയിൽ നിന്നും ലാലിക്കുട്ടിയുടെ ഫാമിലിയിൽ നിന്നും ധാരാളം പേര് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാൻ സമയമില്ല. നിങ്ങളോടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. ആ റിലേറ്റീവ്സ്, ഫ്രണ്ട്സായിട്ട് കടന്നു വന്നിട്ടുള്ളവർ ഉണ്ട്. നിങ്ങളോടും ഈ സഭയുടെ പേരിൽ, ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭ ക്യൂൻസ് വില്ലേജിൻ്റെ പേരിൽ ഞങ്ങൾക്കുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. ധാരാളം മിനിസ്റ്റേഴ്സ് കടന്നു വന്നിട്ടുണ്ട്. ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുവാൻ ഞാൻ സമയം ഉപയോഗിക്കുന്നില്ല. നിങ്ങളോടെല്ലാവരോടും ഞങ്ങളുടെ സഭയുടെ പേരിലുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് പാർക്ക് ഫ്യൂണറൽ ചാപ്പൽസ് ഒഫീഷ്യൽസ് ഇതിനുവേണ്ടി ക്രമീകരണങ്ങൾ ചെയ്തു. I extend my sincere thanks to them for making all arrangements to escort the body from here to India. So I extend my sincere thanks to the Park Funeral Chapel officials. വളരെയധികം നന്ദി പറയേണ്ട ഒരു വ്യക്തിയുണ്ട്. കാരണം ഞങ്ങളുടെ പാസ്റ്റർ ജേക്കബ് ജോർജ് പാസ്റ്റർ. ഞാൻ കാരണം ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എങ്കിലും അതിന് കൂടുതൽ സമയം എടുക്കുന്നില്ല. വ്യാഴാഴ്ച ഒരു 5:45 എന്നെനിക്ക് തോന്നിക്കുന്നു. ഞാൻ ജോലി കഴിഞ്ഞ് ഡ്രൈവ് ചെയ്ത് വന്നിട്ടുമ്പോൾ സദേൺ സ്റ്റേറ്റ് ഹൈവേയിലായപ്പോൾ എൻ്റെ വൈഫ് വിളിച്ച് പറഞ്ഞു, ഡാഡി എവിടെയാണ്? ഞാൻ പറഞ്ഞു ഡ്രൈവ് ചെയ്യുകയാണ്. പെട്ടെന്ന് എന്നോട് പറഞ്ഞു നമ്മുടെ ബ്രദർ സാമൂഹ്യപ്പൻ മരിച്ചുപോയെന്ന്. ഞാൻ പെട്ടെന്ന് ഷോക്കായിപ്പോയി. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പെട്ടെന്ന് അത് കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ പെട്ടെന്ന് എക്സിറ്റ് എടുത്തിട്ട് എക്സിറ്റ് 19N എടുത്തു. ഹൈവേക്ക് പകരം വെച്ചിട്ട് സൗകര്യം കിട്ടുമല്ലോ. പെട്ടെന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പുറപ്പെട്ടോളം ആദ്യം ചോദിച്ചത്, ആർ യു ഷുവർ സാമൂഹ്യപ്പൻ മരിച്ചു എന്നുള്ളത്. അപ്പോഴത്തേന് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്യേണ്ട പകുതി ജോലി അവിടെ ചെയ്തു കഴിഞ്ഞു. ചർച്ച് മെമ്പേഴ്സിനെ ഒക്കെ വിളിച്ചു, എല്ലാവരെയും വിളിച്ച് അറിയിച്ചു. കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന ഉടനെ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയില്ല. പെട്ടെന്ന് എൻ്റെ സെൽഫോണിൽ നിന്ന് പാസ്റ്റർ ഫിന്നിയെ വിളിച്ചു. പാസ്റ്ററോട് ഞാൻ ചോദിച്ചത് ആദ്യം അതാണ്, പാസ്റ്ററെ ഷുവറാണോ ബ്രദർ മരിച്ചുപോയി? അല്ലെങ്കിൽ എല്ലാവരോടും വിളിച്ച് പറഞ്ഞ് കഴിഞ്ഞിട്ട് ഹാർട്ട് അറ്റാക്ക് ആയി ചിലപ്പോൾ റിക്കവർ ചെയ്തെങ്കിൽ പിന്നെ അത് ശരിയല്ലല്ലോ. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ഹീസ് ഓൾറെഡി ഗോൺ. അപ്പോൾ ഞാൻ ചോദിച്ചു, പാസ്റ്ററെ ഞാൻ പെട്ടെന്ന് ഓടി വരണോ? അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരാഴ്ച ഇപ്പോൾ ഓടി വന്നിട്ട് കാര്യമില്ല, ഞാനും ഓൺ ദ വേ ആണ്. അവിടെ ചെന്നിട്ട് അവിടുത്തെ സാഹചര്യങ്ങളനുസരിച്ച് വിളിച്ച് പറയാം. ഞാൻ എന്തിനാത് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഒരു 6:30 തൊട്ട് ഈ നിമിഷം വരെ യാതൊരു റെസ്റ്റും എടുക്കാതെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഓടി നടക്കുകയും വേണ്ട എല്ലാ ക്രമീകരണങ്ങളെയും ചെയ്ത ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പാസ്റ്റർ ജേക്കബ് ജോർജിനോട് സഭയുടെ സെക്രട്ടറി എന്നുള്ളതിലേക്ക് അത്യധികം നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ ഈ ഒബിച്വറി ഇത്രയും മനോഹരമായി അത് പ്രിപ്പയർ ചെയ്യുവാനും പ്രിൻ്റ് ചെയ്യാനും വളരെയധികം രാപകൽ അധ്വാനിച്ച സിസ്റ്റർ ഫ്രീഡ, ബ്രദർ വറീസ് ജോർജ്, ഇവരോടും സഭയുടെ സെക്രട്ടറി എന്നുള്ളതിൽ എൻ്റെ പേരിലുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. എല്ലാറ്റിനുപരിയായി സഭയുടെ എല്ലാ മെമ്പേഴ്സും വളരെയധികം ഷോക്കിലാണ്. ഈ വിവരങ്ങൾ അറിഞ്ഞ നിമിഷം മുതൽ ഇപ്പോൾ വരെയും ഉള്ള സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കത് അംഗീകരിക്കുവാൻ സാധിക്കുന്നില്ല. നിങ്ങളിവിടെ കേട്ടതുപോലെ യാതൊരു വിധമായിട്ടുള്ള രോഗങ്ങളോ അസുഖങ്ങളോ അസ്വസ്ഥതകളോ ഈ ബ്രദറിന് ഉണ്ടായിട്ടില്ല. ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ഏകദേശം 1.5 മണിക്കൂറോളം ബ്രോൺസിൽ ബ്രദറിൻ്റെ വീട്ടിൽ പോകാനും ലാലിക്കുട്ടിയോടും മക്കളോടുമൊക്കെ സംസാരിക്കാനിടയായി. അപ്പോൾ ആദ്യമായി കേട്ട ഒരു ന്യൂസ്, ഈ 59 വയസ്സിനിടയ്ക്ക് പ്രത്യേകിച്ച് അമേരിക്കയിൽ വന്നേ പിന്നെ ഒരു പ്രാവശ്യം പോലും ഡോക്ടേഴ്സിൻ്റെ ഓഫീസിൽ പോവുകയോ ചെക്കപ്പ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അത് അൺബിലീവബിളാണ്. കാരണം അതിനുള്ള കാരണം പ്രത്യേകിച്ച് തനിക്ക് രോഗങ്ങളോ ദുഃഖങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അതാണ് സത്യം. അല്ലാതെ രോഗമുണ്ടായിട്ട് പോകാതിരുന്നതല്ല. ഇവിടെ ആരോ പറഞ്ഞത് കേട്ടു, ചർച്ചിൽ പ്രാർത്ഥിക്കുമ്പോഴും കുടുംബ പ്രാർത്ഥിക്കുമ്പോഴും പല കാര്യങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും ഇവരുടെ പേരെടുത്ത് അങ്ങനെ അധികം പ്രാർത്ഥിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം അങ്ങനെയുള്ള രോഗങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചർച്ചിൻ്റെ എല്ലാ മെമ്പേഴ്സിനും, ചർച്ചിൻ്റെ സെക്രട്ടറി എന്നുള്ള നേരം നിങ്ങൾ കാണിച്ച എല്ലാ സഹായ സഹകരണങ്ങൾക്കും തുടർന്നും ഈ ഫാമിലി ഓർത്ത് പ്രാർത്ഥിക്കണം. ഇനി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്.
പേപ്പർ വർക്ക്സ് ഒന്നും ആയിട്ടില്ല. പാസ്പോർട്ട് മുതൽ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത 2 ദിവസം കൊണ്ട് ക്രമീകരിക്കണം. വെനസ്ഡേയിൽ ബോഡി നാട്ടിൽ കൊണ്ടുപോകണം. ചെല്ലുന്നിടത്തെല്ലാം ദൈവസാന്നിധ്യം യാതൊരു തടസ്സങ്ങളും കൂടാതെ എല്ലാം അതാത് സമയത്ത് നിറവേറ്റി കിട്ടുവാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. താങ്ക് യു സെക്രട്ടറി. കർത്താവ് നമ്മെ സഹായിച്ചതോളം ദൈവസല്ലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുവാൻ ദൈവവചനം ശ്രമിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനായി സ്തോത്രം. ഇവിടെ പറഞ്ഞതുപോലെ കഴിഞ്ഞ വ്യാഴാഴ്ച ഏകദേശം 5:30 ആയപ്പോൾ എനിക്ക് കോൾ കിട്ടി. ഞാനത് ഉടനെ ഞാനും എൻ്റെ വൈഫും കൂടെ ബ്രോങ്സിലെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആൾ പോയതായിട്ടുള്ള വിവരമാണ് അറിയുന്നത്. തൻ്റെ സഹധർമ്മിണിയും മകളും അവിടെയുണ്ട്. വളരെ ദുഃഖസാഹചര്യമായൊരു സമയമായിരുന്നു. അതിനുശേഷം ഭവനത്തിന് വേണ്ടി ചില കാര്യം ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. എന്നാൽ നാട്ടിൽ ഒരു മാതാവുണ്ട്, സഹോദരങ്ങളുണ്ട്. മാതാവിനോട് ഇതുവരെയും താൻ പോയി എന്നുള്ളത് പറഞ്ഞിട്ടില്ല. സൗദി അറേബ്യയിൽ തൻ്റെ സഹോദരൻ നാളെ വരികയുള്ളൂ. വന്നിട്ട് സഹോദരൻ പറയാനിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. കാരണം സാമിൻ്റെ മൂത്ത ചേട്ടൻ ബാബുച്ചാനുമായിട്ട് ഒന്നിലധികം പ്രാവശ്യം ഞാൻ സംസാരിക്കുകയുണ്ടായി. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സ്വർഗസ്നാദൈവം സഹായിക്കുന്ന ദൈവമാണെങ്കിൽ ബുധനാഴ്ച ഇവിടെ നിന്നും എയർ ഇന്ത്യക്ക് നാട്ടിൽ ചെല്ലുകയും വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടുകൂടി തിരുവല്ലായിൽ മേപ്രായിലുള്ള ചർച്ചക്കോടിൽ അതിൻ്റെ സെമിട്രിയിൽ അടക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. കാലാവസ്ഥ അനുകൂലമായി തീരുവാൻ, യാത്ര അനുകൂലമായി തീരുവാൻ, അവിടുത്തെ ശുശ്രൂഷയും അവിടെയും ദുഃഖത്തിലിരിക്കുന്നുണ്ട്, ഇവിടെയും ദുഃഖത്തിലിരിക്കുന്നുണ്ട്. Let the Lord of all comfort may comfort everyone, those who are sorrowfully going through the pain of departure of dear brother സാമു ഈപ്പൻ. വളരെ ശാന്തനായി കർത്താവിനെ സേവിക്കുകയും നല്ല സ്വഭാവത്തോടുകൂടി കർത്താവിനെ സേവിക്കുകയും ചെയ്തതിനു ശേഷം കർത്താവിൻ്റെ സമയത്ത് നിത്യത്തിൽ പ്രവേശിച്ചു എന്നുള്ള സാക്ഷ്യം പാസ്റ്റർ എന്നുള്ള എനിക്ക് പറയുവാനുണ്ട്. ആ മാതൃകയിൽ എല്ലാവരും മുന്നോട്ട് പോയാൽ അപ്രകാരം തന്നെ ആയിത്തീരുമെന്നുള്ള യാതൊരു സംശയമില്ല. ആയിക്കാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. കർത്താവിന് കൂടെ കടന്നു വന്ന കർത്താവിൻ്റെ ദാസന്മാർ പലരുണ്ട്. ദൂരത്തു നിന്ന് കടന്നു വന്നിട്ടുണ്ട്. ഡ്രൈവ് ചെയ്ത് വന്നവർ, പ്ലെയിനിൽ വന്നവർ, മറ്റ് സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സർവകൃപാലുവായ കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ച് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദിയും വന്ദനവും പാസ്റ്റർ നിലയ്ക്ക് പറയുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അതിനുശേഷം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പി ഫിലിപ്പ് പ്രാർത്ഥിച്ച് ആശ്വാദം പറയും. അതിനുശേഷം ഒരു പാട്ട് പാടുമ്പോൾ ഫൈനലായിട്ട് ഈ ബോഡി കാണുവാനുണ്ട്. അതിനുശേഷം നമുക്ക് ആർക്കും തന്നെ കാണുവാൻ സാധിക്കത്തില്ല. പെട്ടി നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രിയ ലാലുക്കുട്ടിയും കുഞ്ഞുങ്ങൾ മാത്രമേ നാട്ടിൽ ചെന്ന് കാണുകയുള്ളൂ. ഫൈനൽ വ്യൂയിങ് ഉണ്ടെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രിയ ഷാജി പറഞ്ഞ അദ്ദേഹത്തെ സ്തുതിക്കുന്നു. സോളിഡ് ആക്ഷൻ സ്റ്റുഡിയോ എന്നാണ് തൻ്റെ ശുശ്രൂഷയുടെ പേര്. താൻ ICA കൂടുന്ന സഹോദരനാണ്. തനിക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, solidactionstudio.com. ഈ നടക്കുന്ന ഇവിടെ നടന്ന ശുശ്രൂഷ നാളെ വൈകിട്ട് ഈ നേരത്തെ ആ വെബ്സൈറ്റിൽ കാണും. നിങ്ങൾ ലോകത്തിലെ ഏത് ഭാഗത്തുള്ള സഹോദരങ്ങളാണെങ്കിലും പ്രിയപ്പെട്ടവർക്കാണെങ്കിലും ഇവിടെ നടന്ന ശുശ്രൂഷ മുഴുവൻ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അത് ഡൗൺലോഡ് ചെയ്യുകയോ കോപ്പി എടുക്കുകയോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഒരു ശുശ്രൂഷയാണ് പ്രിയ ഷാജി ചെയ്യുന്നത്. ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ദാസൻ പാസ്റ്റർ പി ഫിലിപ്പ് പ്രാർത്ഥിച്ച് സെഷൻ അവസാനിപ്പിക്കും. കർത്താവ് സഹായിക്കട്ടെ. സകല ആശ്വാസത്തിൻ്റെയും ഉറവിടമായ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ തന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരോടും നീ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ അവരോട് സംസാരിക്കണമേ. നീ ഞങ്ങളുടെ അന്ത്യം എന്താണെന്ന് ഞങ്ങളൊന്ന് മനസ്സിലാക്കുവാൻ നീ ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ എന്ന് നിൻ്റെ വചനത്തിൽ നീ അരുളി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നിശ്ചയമായിട്ടും ഞങ്ങൾ നിന്നെ അറിഞ്ഞ് ജീവിപ്പാൻ ഞങ്ങൾക്കിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയ സഹോദരന് നീ അതിടയാക്കിയതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവേ, അവരുടെ കുടുംബാംഗങ്ങളെ എല്ലാം നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുക്കരങ്ങളിൽ അവരെ ഫലമേൽപ്പിക്കട്ടെ. കുടുംബാംഗങ്ങളെ മുഴുവനും നീ അനുഗ്രഹിച്ച് നീ അവരെ സമാധാനത്തിൽ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടുന്ന് പോയി നാട്ടിൽ ചെല്ലുന്നിടം വരെയും നിൻ്റെ പരിപാലനത്തിൻ്റെ കീഴിൽ നീ അവനെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ചെന്ന് നടക്കേണ്ട ശുശ്രൂഷകളെല്ലാം ഭംഗിയായി നടപ്പാൻ തക്കവണ്ണം നീ സഹായിക്കണമേ. തിരുക്കരങ്ങളിലെ എല്ലാ കാര്യങ്ങളും ഫലമേൽപ്പിക്കുന്നു.
മാനവും മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കണമേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച സമസ്ത കാര്യങ്ങളോടുകൂടെ അതുപോലെ ഈ ഫ്യൂണറൽ ശുശ്രൂഷയോടുകൂടെ എപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സഹോദരന്മാരും മലയാളത്തിൽ പാട്ട് പാടും. അപ്പോൾ ദയവായി ഫൈനലായിട്ട് ബോഡി വ്യൂ വേണ്ടിയവർക്ക് ആ സൈഡിൽ കൂടെ കർത്താവദാസന്മാർ ഇരിക്കുന്ന സൈഡിൽ കൂടെ ഇങ്ങനെ വേണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൊണ്ട് അങ്ങനെ വന്ന് കണ്ടിട്ട് പോകാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും നന്ദി വന്ദനവും. കർത്താവിന്റെ കൃപ കൂടിക്കുമാറാകട്ടെ. There is coming a day when no heartache shall come, no more clouds in the sky, no more tears to dim the eye. All is peace forevermore on that happy golden shore. What a day, glorious day that will be. What a day that will be when my Jesus I shall see, and I look upon his face, the one who saved me by his grace. When he takes me by the hand and leads me through the promised land. What a day, glorious day that will be. There'll be no sorrow
promised land. What a day, glorious day, that will be. What a day that will be, when my Jesus I shall see, and I look upon his face, the one who saved me from his grace, and he takes me by the hand and leads me through the promised land. What a day, glorious day that will be. Immediate family അല്ലാത്തവരെ കാണേണ്ട ഒരു ഫൈനലായിട്ട് കണ്ടോണം. Then immediate family will get a chance and they want to take a picture with the Samo. So please, if anybody is not immediate family, please come and view the body. ക്ലോസ് ഫാമിലി ആയിട്ടുള്ളവർ അനുബന്ധ സഹോദരങ്ങളായിട്ടോ സാമൂഹിക കസിൻസോ ഉള്ളവർക്ക് വന്ന് കാണാനുള്ള സൗകര്യമാണ്. Family You'll come tomorrow inside. You can buy pictures. Pictures? I'm going to take them away.
നിങ്ങളുടെ ഫാമിലി നിൽക്കുന്നവർ ഇങ്ങോട്ട് നിന്നാൽ ഫോട്ടോ എടുക്കാൻ പോകും ചെയ്യാന്നറിയാം. നിങ്ങൾ ഫാമിലിക്കാരായിട്ട് ഇങ്ങോട്ട് നിന്നാൽ ഫോട്ടോ എടുക്കാൻ സാധിക്കും. പ്ലീസ് ഓൾ ദ ഫാമിലി. Just
ആരെങ്കിലും ഫാമിലി മെമ്പേഴ്സായിട്ട് ഫൈനൽ Are there any other family members at this time that have not taken a photograph? We're going to ask you to step forward. We are going to be closing the casket before the evening. You're going to be your last opportunity. So please step forward at this time. Ladies and gentlemen, this time, if you have paid your respects for the evening and have taken your, we're just going to ask you into the lobby so the family can have a few moments of privacy. Please, on their behalf, thank you. Let her know that we're going to close it for the evening. If she does not want to witness, then she can step aside. Have to step this way. പാസ്പോർട്ട് ഫോട്ടോ എടുത്ത് ഇല്ല സിസ്റ്റർ ചർച്ച് മെമ്പേഴ്സ് അവരുടെ ഫോട്ടോ No, I know. I just want to put this here so it doesn't get lost. Yeah. Wait a minute. Right here. There's no hole. This is the same side. Mine happens just to be one. And just gently down. It's the same type of arrangement. Because you'll have to do a couple of turns, pick up and go. Carefully. Together. Yes, you'll see. I'm not going to go over as low as I possibly can. Yeah, it's fine. I'm also going to place a piece of tissue
extra paper, so in case all down, if you don't, from the airlock, you don't want to be careful. But it has a few, see right now, it's only it's a little bit of encouragement with the hand, it should be no problem. Just want to do this so we don't miss this here. Yeah, it shouldn't be a problem. Now, the latch is here. Open, close, just open and close. It's a ball roll. Sorry. When it's open, when you're closing it like this, I just want to move this so this gets closed. So, and it will shoot. Step right close. Oh, I see that. Yeah. Yeah, it'll just now it's closed. Leave it there for right now. Yeah, I think you then just open and close it. That's only lock. That's the only lock. That's all you need? All you need is just no. The same thing on this side, but you don't. You're not going to use this side anymore. No. Don't need. That's it? That's it. I'll talk to him. Yeah. In the office. Okay.